ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. സത്യം പറഞ്ഞ കണ്ണേട്ടനല്ല വീൽ ചെയറിൽ ഇരിക്കേണ്ടത്, നിങ്ങളെപ്പോലുള്ളവരാ. എനിക്ക് അധിക ദിവസം ഇരിക്കേണ്ടി വരില്ലടി. ഉടനെ ഞാൻ ഇതിനകത്ത് അങ്ങ് എണീക്കും. അതെ, പക്ഷേ ഇവനുണ്ടല്ലോ, ഈ ജന്മം ഇതിനകത്തൊന്നും എഴുന്നേക്കാൻ പോകുന്നില്ല. ഇവന്റെ കാലനങ്ങിയെന്നോ കൈ അനങ്ങിയെന്നോ ഒക്കെ പറയുന്നത് കേട്ടോ. അത് വെറും പറച്ചിലല്ല, ഒന്ന് കാണിച്ചു കൊടുക്കുക കണ്ണേട്ടാ. കണ്ടല്ലോ, ഇനി കണ്ടില്ല എന്ന് പറയരുത്. എന്നാലും ഒരാൾക്കൊരു ആപത്ത് വന്നപ്പോ അത് കണ്ടാസ്വദിക്കാൻ നീ വന്നല്ലോ. ആ സമയത്ത് തന്നെ നീ നിന്റെ മോളെയും മരുമനെയും വിളിച്ചു വരുത്തിയല്ലോ. അതിന് ഇത് മാത്രമല്ല കാരണം, മറ്റൊരു കാരണം കൂടിയുണ്ട്. നിങ്ങൾ വീൽ ചെയറിൽ ഇരിക്കുന്നത് കണ്ണും കാണണം. ഉടനെ തന്നെ ചിലപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുമായിരിക്കും. പക്ഷേ ഒരു ദിവസം വീൽ ചെയറിലിരിക്കുന്ന നിങ്ങളെ കണ്ണും കാണണമെന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെയും. കണ്ണേട്ടനെ പോലെ സ്നേഹവും നന്മയുള്ള ഒരാളെ ഇനി ദ്രോഹിച്ച നിങ്ങളെ ദൈവം ശിക്ഷിക്കും. നിങ്ങൾ വാ മക്കളെ. കണ്ണ, എന്നാലും അവള് രണ്ടെണ്ണത്തിനെ വിളിച്ചു വരുത്തിയല്ലോടാ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ വെച്ച ആ വാട കൊണ്ട് തന്നെയാണ് എന്നെയും അവൻ്റെ അമ്മാവനെയും വീഴ്ത്തിയതെന്ന്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. പൈസ പോയത് മാത്രം മിച്ചം. ഇനിയെങ്കിലും ആൾക്കാരെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പണിക്കൊക്കെ നിൽക്കാൻ. കരുണയുടെ അച്ഛൻ ഒരു ദുഷ്ടനാ. എങ്കിലും മറ്റുള്ളവരുടെ വേദനയിൽ ഇതുപോലെ സന്തോഷിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ അമ്മയും മോളും. പിന്നെ ഇപ്പോഴെന്താ പറ്റിയത്? അതെന്താ മോനെ അങ്ങനെ ചോദിച്ചത്? മോനെ കൊല്ലാനായിട്ടാ അങ്ങനെ ആളെ വെച്ചത്. അങ്ങനെയുള്ളപ്പോ അയാളുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾ ദുഃഖിക്കേണ്ട കാര്യം എന്താ? അതെ കണ്ണേട്ടാ, അയാള് നാളെ ചിലപ്പോ വീൽ ചെയറിന്ന് എഴുന്നേക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനൊരു കാഴ്ച ദൈവമാണിപ്പം നമ്മളെ കാണിച്ചു തന്നത്. വീൽ ചെയറിലിരിക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം പരിമിതികളുണ്ടെന്ന് അയാൾ അറിഞ്ഞേ തീരൂ. മോൻ ഒന്നുകൂടൊന്ന് കാണിച്ചേ ആ കാൽവിരലുകൾ ചലിക്കുന്നത്. ഇനി ഇടതുകാലം ചലിക്കാൻ തുടങ്ങും മോനെ. അതിനുശേഷം മോൻ എഴുന്നേറ്റ് നടക്കും. അങ്ങനെ തന്നെ ഇയാളും പറയുന്നത്.
പക്ഷേ അത് ഉടനെ ഒന്നും ഉണ്ടാവുമെന്ന് പറയുന്നില്ല. അങ്ങനെയൊന്നും പറയണ്ട മോനെ. മോൾ അമ്പലത്തിൽ വെച്ച് മിക്കപ്പോഴും ഒരു അമ്മയെ കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അമ്മ വിധി എഴുതി കഴിഞ്ഞു, മോൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന്. അങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാവണം.